എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഒക്ടോബർ 9 സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ വക്രഗതി കർക്കിടകൻ രാശിക്കാർക്ക് എപ്രകാരം ബാധിക്കും നമുക്ക് നോക്കാം. പുണർത്തിൻ്റെ അവസാനത്തെ കാൽഭാവം പൂയവും ആയിലും ഉൾപ്പെടുന്നതാണ് കർക്കിടകൻ രാശി. ഇവർക്ക് എങ്ങനെ ഈ മാറ്റം വരുമെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് ഒക്ടോബർ 9 വക്രഗതിയിൽ പോകുന്ന വ്യാഴം അടുത്ത വർഷം ഫെബ്രുവരി 4 വരെ ഏകദേശം 4 മാസക്കാലമാണ് വക്രഗതിയിൽ ഉണ്ടാകുന്നത്. അത് ഈ രാശിക്കാരെ എപ്രകാരം ബാധിക്കും നമുക്ക് നോക്കാം. അതിനു മുൻപ് ഇവരുടെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഇവർക്ക് ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി: ശനി അഷ്ടമത്തിൽ, അഷ്ടമശനി ദുരിതം ചെയ്ത് നിൽപ്പുണ്ട്. രാഹു 9, ഭാഗ്യസ്ഥാനം 9, കേതു 3 പാപന്മാർക്ക് 3, 6, 8, 12 ഭാവങ്ങളൊക്കെ നല്ല ഫലങ്ങൾ. കേതു 3 നിൽക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടൊരു ഭാഗ്യാനുഭവങ്ങൾ, പെട്ടെന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹസ്ഥയാണത്. നമുക്കിപ്പോൾ ഏപ്രിൽ മുതൽക്കുള്ളൊരു പ്രത്യേക ഇപ്പോൾ ഈ രാശിക്കാർക്ക് ഏപ്രിൽ ആരംഭിച്ച മുതൽ പല രീതിയിലുള്ള ശരീരത്തിൻ്റെ മനസ്സിനൊക്കെ ഒരു ഉണർവ് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർക്ക് കർമ്മവ്യാഴം എന്നുള്ള സ്ഥിതിയായിരുന്നു. ഈ 24 ഏപ്രിലിന് മുമ്പൊരു വർഷത്തേക്ക് ഒരു കർമ്മവ്യാഴം, കർമ്മത്തിൽ പല പല ബുദ്ധിമുട്ടുകൾ, സ്ഥാനമാറ്റം, ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുക, അങ്ങനെയൊക്കെ ആയിട്ടൊരു സമ്മർദ്ദത്തിലായിരുന്നു ഇവർ. കുറച്ച് വർക്ക് ലോഡ് കൂടിയൊരവസ്ഥ എന്ന് പറയാം. അങ്ങനെ കർമ്മവ്യാഴത്തിൻ്റെ ദുരിതങ്ങൾ അവർ അനുഭവിച്ച് തീർത്തിട്ടാണ് ഈ വർഷം ഏപ്രിലോട് കൂടിയിട്ട് അവർക്കൊരു മാറ്റം വന്നവർക്ക് പൊതുവിലൊരു ഉണർവ് എല്ലാ രംഗത്തും, കുടുംബത്തിലും ജോലി സ്ഥലത്തും ഒക്കെ ഒരു പ്രസന്നത, മൊത്തം അവരുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു മുഖതേജസ് വർദ്ധിക്കുക, ഒരു വ്യാഴപ്രസാദം എന്ന് പറയുന്നതിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇത് ഇവർക്ക് വന്നപ്പോൾ പൊതുവിലൊരു ഒന്ന് വിനോദയാത്ര പോകാൻ കഴിയുക, ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തു പോകാൻ കഴിയുക, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് കിട്ടി. അങ്ങനെയൊക്കെ ഒരു നല്ല രീതിയിലൊരു പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. ചില ജാതകത്തിൽ ദുരിതങ്ങളുള്ളവർക്ക് അഷ്ടമശനിയും കൂടി ഉള്ളപ്പോൾ ദുരിതങ്ങൾ കൂടും. എങ്കിലും പൊതുവിൽ ഇപ്പോൾ വ്യാഴത്തിൻ്റെ 11 സ്ഥിതി, കേതുവിൻ്റെ 3 സ്ഥിതിയൊക്കെ കൂടി നോക്കുമ്പോൾ അവർ പൊതുവിൽ തെറ്റില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മുതൽക്ക് ഇപ്പോൾ വരെയുള്ള സമയത്തിൽ ഇപ്പോഴും അവർക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഓണത്തിന് മുമ്പാണ്. ഓണമൊക്കെ നല്ല രീതിയിൽ അവർക്ക് ഈ രാശിക്കാർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ ശരീരത്തിൻ്റെ മനസ്സിനൊക്കെ ഒരു പ്രസ്തുരിപ്പ്, ഉണർവ്, ഉന്മേഷമൊക്കെ ഉള്ള സമയം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗ്രഹസ്ഥയിൽ പൊതുവിൽ വ്യാഴവും കേതുവും അനുകൂല ഭാവത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അഷ്ടമശനി ദോഷം ചെയ്ത ശനി ജൂൺ അവസാനത്തോടെ വക്രഗതിയിൽ പോയി നവംബർ വരെ അത് തുടരും. അപ്പോൾ അതും ഇവർക്ക് കുറച്ചൊരു ആശ്വാസമുണ്ട്, അഷ്ടമശനിയുടെ ആശ്വാസമുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. പക്ഷേ നിങ്ങൾ ഒക്ടോബർ 9 വക്രഗതി ആരംഭിച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു മന്ദഗതിയാവും, ഒരു തടസ്സങ്ങൾ വന്നു തുടങ്ങുക, ഒരു കാര്യങ്ങളൊന്നും നന്നായി നടക്കുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇത് വരും, ഒരു ഫലമാണ് അവർക്ക് ആ 9 മുതൽക്ക് അടുത്ത വർഷം ഉള്ള ഫെബ്രുവരി വരെയുള്ള 4 മാസം ഉണ്ടാവുക. കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ആകുക. വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് അത്ര ഒരു ഇപ്പോൾ കിട്ടിയിരുന്ന ഫലങ്ങൾ അത്ര ഗതിയിൽ കിട്ടില്ല. ഒരു മന്ദത, ഒരു സ്ലോ ഡൗൺ, ചെറിയ തടസ്സങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാലം നല്ലത് തന്നെയാണ്, അനുകൂലമുള്ള കാലം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ 11 സ്ഥിതി വക്രഗതിയാണെന്നേ ഉള്ളൂ. എങ്കിലും ഫെബ്രുവരി 4 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് തുടരുമല്ലോ. മെയ് 22 വരെ അടുത്ത വർഷം. കാലം അനുകൂലം തന്നെ. നിങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ തോന്നാം, അതിൽ നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. അതിന് കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ്. നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു കുഴപ്പങ്ങളിലൊന്നും ഈ രാശിക്കാരിൽ നിന്ന് ചാടാൻ സാധ്യതയില്ല. എങ്കിലും ജാതകത്തിൽ വളരെ മോശം ദശാവഹാരങ്ങൾ നടക്കുന്ന ആൾക്കാർക്ക് ഈ അഷ്ടമശനിയും വ്യാഴത്തിൻ്റെ വക്രഗതിയും 9 രാഹു അങ്ങനെയുള്ള സ്ഥിതികളൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അരിഷ്ടതകളൊക്കെ വന്നേക്കാം. അത് എല്ലാവർക്കും വരാൻ സാധ്യതയില്ല. പൊതുവിൽ ഒരു ഇപ്പോഴത്തെ ഗ്രഹപ്പിഴ പിടിച്ച രാശിക്കാരിൽ ഇവരെന്തായാലും പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഈ ഒക്ടോബർ 9 മുതൽക്ക് ഫെബ്രുവരി 4 വരെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള അരിഷ്ടതകളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ബുധനാഴ്ച നിങ്ങൾ ബുധൻ വ്യാഴം നോൺ വെജ് ഒഴിവാക്കിയതിന് ശേഷം അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ അഷ്ടമശനിയുടെ ദുരിതങ്ങളുള്ള ആൾക്കാർക്ക് അഷ്ടമശനിയുടെ അതും ഈ പറഞ്ഞ പോലെ തന്നെ ശാസ്താ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിലോ, ശനീശ്വര ക്ഷേത്രങ്ങൾ കുറവാണ്. അപ്പോൾ കേരളത്തിൽ കുറവാണ്. തമിഴ്നാടും കർണാടകയിലൊക്കെ അത് ഉണ്ട്. അത് കേരളത്തിൽ കുറവായതുകൊണ്ട് ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനമോ എള്ളുകിഴിയോ അങ്ങനെയുള്ള വഴിപാടുകൾ നെയ്വിളക്കൊക്കെ സമർപ്പിക്കാവുന്നതാണ്. ആഞ്ജനേയന് പിന്നെ വടമാല, വെറ്റിലമാല അങ്ങനെയുള്ള പ്രിയങ്കരമായ നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാം. ആഞ്ജനേയെ സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ലെന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് ഈശ്വരൻ
ശനീശ്വരൻ ഒരു ശിവഭക്തനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ശിവനെ ആരാധിക്കുന്നതും ശനിയാഴ്ചകളിൽ ശിവനെ ആരാധിക്കുന്നതും ശനിയുടെ ദോഷം കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ നീല കറുപ്പ് വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ശബരിമലയിൽ പോകുന്ന ഒരു നീല കറുപ്പ് വസ്ത്രം ധരിക്കുന്നത്, അത് ശനി പ്രീതികരമാണ് ആ നിറങ്ങൾ. അതുകൊണ്ടിട്ട് അത് നിറങ്ങൾ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുകയോ, അല്ലെങ്കിൽ ദോഷം തോന്നുന്നവർക്ക് ഞാൻ പറഞ്ഞത് വ്യാഴത്തിൻ്റെ ഈ 11 സ്ഥിതി തുടരുന്നതുകൊണ്ട് വക്രതയാണെങ്കിൽ പോലും ഈ രാശിക്കാർക്ക് അത്ര കുഴപ്പങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. അങ്ങനെ ആർക്കെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് ജാതകത്തിൻ്റെ ദോഷം, ഇതും കൂടെ കൂടി ദോഷമായിരിക്കാം. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കഴിയുമെങ്കിൽ ഒരു നീല കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ഒരു കയ്യിൽ കരുതുകയോ പേടിച്ച് സൂക്ഷിക്കുകയോ നമ്മുടെ ശരീരത്തോട് ചേർത്തിട്ട് വെക്കുന്നതൊക്കെ ഈ ദോഷങ്ങളുടെ കാഠിന്യം ഒന്ന് കുറയ്ക്കും. അതുപോലെ ശ്രീകൃഷ്ണസ്വാമിക്ക് വഴിപാട് സമർപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത് മഞ്ഞ പുഷ്പങ്ങൾ അതൊക്കെയാണ് തുളസി ഒക്കെയാണ് പ്രിയങ്കരമായ വഴിപാടുകൾ. പീതാംബരൻ എന്നാണ് ശ്രീകൃഷ്ണനെ എന്താ നമ്മൾ പറയുന്നത്, വിളിക്കുന്ന ഒരു പേര്. പീതം എന്ന വാക്കിനടുത്ത് മഞ്ഞ എന്നാണ്. പീതാംബരൻ മഞ്ഞപ്പെട്ട് ധരിച്ചവൻ എന്നാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പം മഞ്ഞ പുഷ്പങ്ങൾ പൂജക്കെടുക്കുന്നത് സമർപ്പിക്കുന്നതും മഞ്ഞപ്പെട്ട് നടക്കി സമർപ്പിക്കുന്നതൊക്കെ പ്രീതികരമായ വഴിപാടുകളാണെന്നറിയുക. അപ്പോൾ അത് നിങ്ങൾക്ക് ആരെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുക. അത്ര ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയില്ല. നിങ്ങൾക്കൊരു ചെറിയ മന്ദഗതി തോന്നിയേക്കാം. അങ്ങനെ ഈ പറഞ്ഞ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ കർക്കിടകം രാശിപ്പെട്ട ആൾക്കാർക്ക് നല്ലൊരു ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്നും നിങ്ങൾക്ക് ശ്രേയസ്സും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.